ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം, രേവതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 പുതുവർഷത്തിൽ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ശുഭകരവും അശുഭങ്ങളുമായ ഫലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് വിവരിക്കുന്നത്. രേവതി നക്ഷത്രത്തിൽ രാഹുവിൻ്റെ സഞ്ചാരം നിമിത്തം മനോദുഃഖവും ആലസ്യവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ പുലർത്തുവാൻ സാധിക്കാതെ വരികയും ചെയ്യാം. എന്നാൽ തൊഴിൽ മേഖലയിൽ നേരിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി വന്നു പറ്റിയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മറികടക്കുവാൻ ഈ സമയം സാധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ നിൽക്കുന്നവർക്ക് ഗ്രഹാനുകൂല്യം ഇല്ലാത്ത ഒരു സമയമായിരിക്കും ഇത്. ചില ജാതകർക്ക് വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നും വരാം. സ്വകാര്യ മേഖലയിലോ സർക്കാർ മേഖലയിലോ ജോലി നോക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ഉയർച്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗാർഹിക അന്തരീക്ഷത്തിൽ തൃപ്തരല്ലാതെ വരികയും ബിസിനസ് രംഗത്ത് ചില ഉയർച്ച താഴ്ചകൾ സംഭവിക്കുകയും ചെയ്യാം. ഈ ഉയർച്ച താഴ്ചകൾക്കൊക്കെ ശേഷം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ജോലിഭാരം മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തൊഴിൽ സ്ഥാപനത്തിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നതാണ്. കൂടാതെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് പരമായി നിരവധി പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കുവാൻ സാധിക്കും. 2024 ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ ആയ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്ക് അപകടത്തിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ മരണതുല്യമായ സംഭവങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൂമിയോ കെട്ടിടങ്ങളോ ക്രയവിക്രയം നടത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. വാഹനം വാങ്ങുവാനും ഈ അവസരത്തിൽ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകരങ്ങളായ ചില കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നതാണ്. അവസരങ്ങൾക്കനുസരിച്ച് പെരുമാറുവാനുള്ള ജാതകൻ്റെ കഴിവ് പല അപകടകരങ്ങളായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടി തരുന്നതായിരിക്കും. മതപരമായതോ ദൈവീകമായതോ ആയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരിച്ച് പോകേണ്ട അവസ്ഥയും വന്നു ചേരുന്നതാണ്. വാഹനയാത്രകൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അപകടങ്ങൾ വന്ന് ഭവിച്ചേക്കാനും സാധ്യത കാണുന്നു. കഠിനാധ്വാനം, ശ്രദ്ധ, ബുദ്ധി എന്നിവയാൽ തൊഴിൽ രംഗത്ത് ഉയർന്ന സ്ഥാനത്തെത്തുവാൻ സാധിക്കുന്നതാണ്. വിജയം പ്രതീക്ഷിക്കുവാനും ഈ അവസരം നല്ല ഒരവസരമാണ്. ഈ സമയത്ത് വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സാധാരണയായി
സന്തോഷകരമായിരിക്കും. സാധാരണ രീതിയിൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകും. എന്നാൽ ജാതകൻ്റെ പിതാവിൽ നിന്ന് അത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിതൃസ്ഥാനത്ത് അനുകൂലമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ്. 2024 ജനുവരി മാസത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് അടുക്കുമ്പോൾ കാര്യതടസ്സം, ശത്രുശല്യം, കലഹം, അഭിമാനത്തിന് ക്ഷതം, ശരീരത്തിന് സുഖക്കുറവ്, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ഉദരസംബന്ധമായ വിഷമങ്ങളോ വന്നേക്കാം. ഫെബ്രുവരിയുടെ തുടക്കത്തോടെ ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി കാര്യലാഭം, സ്ഥാനലാഭം, അംഗീകാരം, വിജയം എന്നിവ പ്രതീക്ഷിക്കാം. രേവതി നക്ഷത്ര ജാതകർ ഈ സമയത്ത് ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിയാഴ്ച ദിവസം ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം നടത്തുന്നതും നിർമാല്യ ദർശനം നടത്തി നക്ഷത്രത്തിൽ അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.